ഹലോ, നമുക്ക് ഇന്ന് സിമ്പിളായിട്ട് അരിയുണ്ട, അതായത് ശർക്കരയുണ്ട. അരിയുണ്ടയല്ല, മെയിനായിട്ട് ഇതിലെ ഇൻഗ്രീഡിയൻസ് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഉണ്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ സിമ്പിളായിട്ട് അധികം കഷ്ടപ്പെടാതെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ സംഭവം നല്ല കിടു ടേസ്റ്റാണ്. വെറുതെ ടിന്നിലടച്ചിട്ടാൽ വൈകുന്നേരമൊക്കെ പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം കപ്പലണ്ടി എടുക്കാം. കപ്പലണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുക്കാത്ത തൊണ്ടുള്ള കപ്പലണ്ടിയാണ്. ഇപ്പോൾ വറുത്ത കപ്പലണ്ടി കിട്ടുമല്ലോ, അത് സോൾട്ടഡ് വേണ്ട കേട്ടോ. സാധാരണ വറുത്ത കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. പക്ഷെ അതാണെങ്കിൽ നമ്മളൊന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 1.25 കപ്പോളം ഉള്ളൂ. പക്ഷേ ശരിക്കും എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു 2 കപ്പ് കപ്പലണ്ടി എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കയ്യിലിട്ടൊന്ന് തിരുമ്മിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊലി പോകും. പിന്നെ വേണ്ടത് കശുവണ്ടിയാണ്. കശുവണ്ടി നമുക്ക് ശരിക്കും അത് ഇങ്ങനെ നുറുങ്ങിയ കശുവണ്ടി തന്നെ വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിലും മതി കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പീസായിട്ടുള്ളതാണ്. ഇപ്പോൾ കശുവണ്ടി പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അതാണെങ്കിലും മതി. ഇനി വേണ്ടത് അരിയാണ്. അരി ഒരു 3/4 കപ്പ്. ഞാനിപ്പോൾ അതൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് കശുവണ്ടി ആണെങ്കിൽ ഞാനൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് ഊറ്റി വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എല്ലാത്തിലും പൊടി കഴിക്കണ്ടാവില്ല. അപ്പോൾ അരി ഞാൻ കഴുകിയിട്ടുണ്ട്. അരി വറുത്തിട്ടാലാണ് കുറച്ച് സമയം വേണ്ടത്. അപ്പം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ച് വെക്കുക. അതായത് കശുവണ്ടി, കപ്പലണ്ടി പൊടിച്ച് വെക്കുക. പിന്നെ ശർക്കര, ഒരു വലിയ ഉണ്ട ശർക്കരയാണ് ഞാൻ എടുക്കുന്നത്, കറുത്തത്. അതാകുമ്പോൾ കുറച്ച് കളർ ഇട്ടുള്ളൂ. ഇനി ഇപ്പോൾ ഇതേ കശുവണ്ടി, ആ ശർക്കര ഉണ്ടല്ലോ, അത് ഞാൻ വലിയ ഇടിക്കുന്ന കല്ല് വെച്ചിട്ട് നന്നായിട്ട് കുത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കപ്പലണ്ടിയും കശുവണ്ടിയും പൊടിച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കാം. ഇപ്പോൾ ശർക്കരയിൽ ചെറിയ ചെറിയ കട്ടകളുണ്ടല്ലോ, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ഇതെല്ലാം കൂടി ആയിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കും. കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വായിൽ വെച്ച് തിന്നാൻ നോക്കുമ്പോഴും നല്ല ടേസ്റ്റ് കിട്ടാം. നല്ലൊരു പണ്ട് ശർക്കരയും തേങ്ങയൊക്കെ നമ്മൾ തിന്നില്ലേ, അതിൻ്റെ. ഇനി വേണ്ടത് തേങ്ങയാണ്. തേങ്ങ നല്ല പച്ച തേങ്ങ എടുക്കാം. ഒരു തേങ്ങയുടെ പകുതി. ആ തേങ്ങ എത്ര ഇട്ടാലും നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ കശുവണ്ടിയൊക്കെ എല്ലാം ഹെൽത്തി ആണല്ലോ. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇതിലേക്ക് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ ശരിക്കും ഉരുട്ടിയെടുക്കാനുള്ള പാകമാവും കേട്ടോ. അല്ലാതെ കൈ വെച്ച് തനിയെ പൊടിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇനി അരിയും നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിക്കുക. എന്നിട്ട് എല്ലാം കൂടി അതിലേക്ക് ഇടുക. എന്നിട്ട് കൈ വെച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കുക. അപ്പോൾ ശരിക്കും ഉരുട്ടിയെടുക്കാൻ നല്ല പാകത്തിന് എല്ലാം പൊടിഞ്ഞ് കിട്ടും. തേങ്ങയിലൊക്കെ ചെറിയ പീസുകളുണ്ടെങ്കിൽ അതും പൊടിഞ്ഞിട്ടാൽ നന്നായിരിക്കും, എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഇതിപ്പോൾ മിക്സിയിലിട്ട് ഞാൻ ഓരോ ബാച്ചായിട്ട് പൊടിച്ച് കൊണ്ടുവരികയാണ്. ഇനി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് കഴിയുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമുക്കത് കയ്യിലിട്ട് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകത്തിനത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി വേറൊന്നും ചെയ്യാനില്ല. എല്ലാം കൂടി കുഴച്ചെടുക്കുക. എന്നിട്ടാണ് ഉരുട്ടി വയ്ക്കുക. ഉരുട്ടിയിട്ട് പിള്ളേർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പീസ് ഒരുപാട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ഹെൽത്തി അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ചാനൽ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പിന്നെ ഇപ്പം നമുക്കൊരു ശർക്കര കൂടിയതുപോലെ തോന്നും, പക്ഷേ അല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഒരു ദിവസം ഇത് ടിന്നിലിരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മാറി നല്ല ക്ലിയറായി കിട്ടും കേട്ടോ.